ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് പനച്ചിക്കാട് സരസ്വതി ദേവി ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ കുറിച്ചാണ്. കോട്ടയം താലൂക്കിൽ ഉൾപ്പെട്ട കാടമുറി ഗ്രാമത്തിലാണ് പനച്ചിക്കാട്. അവിടെയുള്ള കിഴിപ്പുറത്ത് നമ്പൂതിരിയുടെ ഇല്ലത്ത് ഒരിക്കൽ ഒരു നമ്പൂതിരിയും അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയും മാത്രം അവശേഷിച്ചു. നമ്പൂതിരിക്ക് ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ടും ഒരു പുരുഷ സന്താനം ഉണ്ടായില്ല. അതിയായ ദുഃഖത്തോടെ നമ്പൂതിരി ഗംഗാ സ്നാനത്തിനായി ഇല്ലത്തു നിന്നിറങ്ങി ഉത്തരദിക്കിലേക്ക് യാത്രയായി. ഏതാനും ദിവസത്തെ യാത്ര കഴിഞ്ഞ് അദ്ദേഹം മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഇരുന്ന് ഏതാനും ദിവസം ദേവിയെ ഭജിച്ച ശേഷം യാത്ര തുടരാമെന്ന് കരുതി നമ്പൂതിരി ഭജനം തുടങ്ങി. ദൃഢഭക്തിയോടെ ഒരു സംവത്സരം അദ്ദേഹം ദേവിയെ ഭജിച്ചു. ഒരു ദിവസം രാത്രിയിൽ കിഴിപ്പുറത്ത് നമ്പൂതിരി ഗാഠനിദ്രയിൽ ലയിച്ചിരുന്ന സമയത്ത് സർവാംഗ സുന്ദരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് ഇങ്ങനെ പറഞ്ഞു: അങ്ങനെ ഗംഗാ സ്നാനം നടത്തിയാലും ഈ ജന്മത്തിൽ അങ്ങേക്ക് സന്തതി ഉണ്ടാവുക അസാധ്യമാണ്. അതുകൊണ്ട് ആ പ്രതീക്ഷയോടെ യാത്ര ചെയ്ത് അലയണമെന്നില്ല. നാളെ തന്നെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക. അങ്ങയുടെ ഇല്ലത്തിന് സമീപമുള്ള കരുനാട്ടില്ലത്ത് ഒരു അന്തർജനത്തിന് ഇപ്പോൾ ഗർഭമുണ്ടായിട്ടുണ്ട്. അവിടെ ചെന്ന് ഇല്ലത്തിലെ ഗൃഹസ്ഥനെ കാണുക. അദ്ദേഹത്തിന്റെ അന്തർജനം ഗർഭിണിയാണെന്നും 2 ഉണ്ണികളെ പ്രസവിക്കുമെന്നും അതിലൊരു ഉണ്ണിയെ അങ്ങേക്ക് തരണമെന്നും പറയുക. അദ്ദേഹം സന്തോഷിച്ച് ഒരു ഉണ്ണിയെ അങ്ങേക്ക് തരും. മുല കൂടി മാറിയാൽ ഉടനെ ആ ഉണ്ണിയെ കൊണ്ടുപോയി സ്വന്തം കുഞ്ഞായി വളർത്തി യഥാകാലം വിദ്യാഭ്യാസം ചെയ്യിക്കണം. അവൻ പ്രായപൂർത്തി ആവുമ്പോൾ വിവാഹവും ചെയ്യിക്കണം. അവന് 10 പുത്രന്മാരുണ്ടാകും. പിന്നെ എന്നും അങ്ങയുടെ ഇല്ലത്ത് 10 പുത്രന്മാരിൽ കുറയാതെ ഉണ്ടായിരിക്കും. അങ്ങൊട്ടും സംശയിക്കേണ്ട. സകല കാര്യങ്ങളും സാധിച്ചു തരുന്നതിനായി ഞാനും അങ്ങയുടെ കൂടെ പോരാം. ഉടനെ നമ്പൂതിരി കണ്ണു തുറന്ന് നോക്കിയെങ്കിൽ അവിടെയെങ്ങും ആരെയും കണ്ടില്ല. എങ്കിലും അത് മൂകാംബിക ദേവിയുടെ അരുളപ്പാടാണെന്ന് നമ്പൂതിരിക്ക് ബോധ്യമായി. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞയുടൻ നമ്പൂതിരി ക്ഷേത്രനടയിൽ ചെന്ന് ദേവിയെ വന്ദിച്ച് ഉച്ചയ്ക്ക് ഊണും കഴിച്ച് അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങി. കീഴ്പ്പുറത്തില്ലത്ത് മടങ്ങിയെത്തിയ അന്നു തന്നെ ദേവിയുടെ കൽപ്പന പ്രകാരം നമ്പൂതിരി കരുനാട്ടില്ലത്ത് ചെന്നു. അവിടുത്തെ ഗൃഹസ്ഥൻ നമ്പൂതിരിയെ കണ്ട് അദ്ദേഹത്തിന്റെ അന്തർജനത്തിന് ഗർഭമുണ്ടെന്നും ആ അന്തർജനം ഇരട്ട പ്രസവിച്ച് 2 ഉണ്ണികൾ ഉണ്ടാകുമെന്നും അതിലൊരുണ്ണിയെ തനിക്ക് തരണമെന്നും കിഴപ്പുറത്ത് നമ്പൂതിരി പറഞ്ഞു. അന്തർജനത്തിന് ഗർഭമുണ്ടോ ഇല്ലയോ എന്ന ആശങ്കയിലായിരുന്നു ഗൃഹസ്ഥൻ നമ്പൂതിരി. കീഴപ്പുറത്ത് നമ്പൂതിരിയുടെ വാക്ക് കേട്ടപ്പോൾ കരുനാട്ട് നമ്പൂതിരിക്ക് അതിയായ സന്തോഷമുണ്ടായി. കീഴപ്പുറത്ത് നമ്പൂതിരിക്ക് ദൈവികമായി ലഭിച്ച ആ അറിവ് അസ്ഥാനത്താവില്ലെന്ന് ഉറപ്പാക്കിയ ഗൃഹസ്ഥൻ നമ്പൂതിരി പറഞ്ഞു: അങ്ങയുടെ വാക്കുകൾ എനിക്ക് നൽകിയ ആഹ്ലാദം അളവറ്റതാണ്. 2 ഉണ്ണികൾ ഒരുമിച്ചുണ്ടാവുകയാണെങ്കിൽ ഒരു ഉണ്ണിയെ അങ്ങേക്ക് നൽകാമെന്ന് ഇതാ വാഗ്ദാനം ചെയ്യുന്നു. അല്പനേരത്തെ കുശല പ്രശ്നത്തിന് ശേഷം കിഴിപ്പുറത്ത് നമ്പൂതിരി തന്റെ ഓലക്കുടയും എടുത്ത് ഇല്ലത്തേക്ക് നടന്നു. കുളിച്ച് സ്വാമി ദർശനം കഴിച്ചിട്ട് ഇല്ലത്തേക്ക് പോകാമെന്ന് പിന്നീട് അദ്ദേഹത്തിന് തോന്നി. അവിടെ ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ദേശത്തുള്ള ചില നമ്പൂതിരിമാരുടെ വക പുരാതനമായ വിഷ്ണു ക്ഷേത്രമായിരുന്നു അത്. ആ ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് അല്പം കിഴക്കോട്ട് മാറി ഒരു കുളവും ഉണ്ടായിരുന്നു. കിഴപ്പുറത്ത് നമ്പൂതിരി ആ കുളത്തിൽ കുളിക്കാനായി അങ്ങോട്ട് നടന്നു. അദ്ദേഹം കുളത്തിന്റെ പടിഞ്ഞാറേ കരയിൽ വന്ന് ഓലക്കുട ഒരിടത്ത് ഭദ്രമായി വെച്ചിട്ട് കുളിക്കാനായി കുളത്തിലിറങ്ങി. കുളി കഴിഞ്ഞു വന്ന് നമ്പൂതിരി കുടയെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹം അത്ഭുത സ്തബ്ധനായി പോയത്. ഓലക്കുട അവിടെ ഉറച്ചു പോയിരുന്നു. എത്ര ശ്രമിച്ചിട്ടും കുടയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കീഴപ്പുറത്ത് നമ്പൂതിരി ഇത് കർത്തവ്യ മൂടനായി അവിടെ നിന്നുപോയി. ഈ സമയത്ത് ദിവ്യനായ ഒരു പുരുഷൻ നമ്പൂതിരിയുടെ അടുക്കൽ വന്ന് ഇങ്ങനെ പറഞ്ഞു: മൂകാംബിക ദേവി അങ്ങയോടൊപ്പം വന്ന് ഈ കുടയിൽ ഇളകൊണ്ടിരിക്കുകയാണ്. ദേവിയെ കുടയിൽ നിന്ന് ആവാഹിച്ച് ഒരു വിഗ്രഹത്തിന്മേലാക്കി കുടിയിരുത്തിയെങ്കിൽ മാത്രമേ ഈ കുട ഇവിടെ നിന്ന് ഇളകുകയുള്ളൂ. കുളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മലയുടെ മുകളിൽ അല്പം തെക്കോട്ട് മാറി കാട്ടിനകത്തൊരു ശിലാവിഗ്രഹം കിടക്കുന്നുണ്ട്. അതെടുത്തു കൊണ്ടുവന്ന് ദേവിയെ അതിന്മേൽ ആവാഹിച്ച് കുടിയിരുത്തിയാൽ മതി. ആ ബിംബത്തിങ്കൽ പൂജ കഴിക്കുവാൻ തക്കവണ്ണം തപശക്തിയുള്ളവർ ഇന്ന് ഭൂലോകത്തില്ല. പണ്ട് ഈ വനത്തിൽ തപസ് ചെയ്ത് താമസിച്ചിരുന്ന ചില ദിവ്യന്മാർ വെച്ച് പൂജിച്ചിരുന്ന വിഗ്രഹമാണിത്. അതിനാൽ ആ ബിംബത്തിൽ ദേവിയെ ആവാഹിച്ച് ഇവിടെ കിഴക്കോട്ട് ദർശനമായി കുടിയിരുത്തണം. പതിവായി പൂജിക്കുന്നതിനും ആ ബിംബത്തിൽ നേരെ പടിഞ്ഞാറോട്ട് ദർശനമായി ഒരു അർച്ചനാബിംബം കൂടി സ്ഥാപിച്ചു കൊള്ളണം. പൂജയും നിവേദ്യങ്ങളും എല്ലാം അർച്ചനാ ബിംബത്തിങ്കൽ മാത്രം ചെയ്താൽ മതി. മറ്റേ ബിംബത്തിങ്കൽ വന്ദിക്കുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ ദേവി പ്രസാദിക്കും. കാട്ടിൽ കിടക്കുന്ന ബിംബം എടുത്തുകൊണ്ട് വരുന്നതിനും ഒരു പ്രതിബന്ധമുണ്ട്. ആ ബിംബത്തിന് കാവലായി അവിടെ ഒരു യക്ഷിയുണ്ട്.
ആ യക്ഷിയെ സന്തോഷിപ്പിച്ച് സമ്മതിക്കാതെ ബിംബം എടുക്കാനാവില്ല. എന്നാൽ യക്ഷിയെ പ്രസാദിപ്പിക്കാൻ എളുപ്പമാണ്. കുറച്ചു വറപ്പൊടിയും ശർക്കരയും ഒരു കരിക്കും കൂടി കൊണ്ടുപോയി ഒരു നിവേദ്യം കഴിച്ചാൽ മതി. പിന്നെ യക്ഷിയിൽ നിന്ന് യാതൊരു ഉപദ്രവവും ഉണ്ടാകില്ല. ഇത്രയും പറഞ്ഞ ശേഷം ആ ദിവ്യൻ അപ്രത്യക്ഷനായി. കിഴക്കുപുറത്ത് നമ്പൂതിരി ആ ദിവ്യൻ പറഞ്ഞ പ്രകാരം എല്ലാം ചെയ്തു. യക്ഷിയെ പ്രസാദിപ്പിച്ച ശേഷം കാട്ടിൽ നിന്നും സരസ്വതി വിഗ്രഹമെടുത്ത് കിഴക്കോട് ദർശനമായി പ്രതിഷ്ഠിച്ചു. പടിഞ്ഞാറോട് ദർശനമായി ഒരർച്ചനാ ബിംബവും പ്രതിഷ്ഠിച്ചു. അതോടെ അവിടെ സരസ്വതി ദേവിയുടെ സാന്നിധ്യവും ചൈതന്യവും വേണ്ടതുപോലെ ഉണ്ടായിത്തീർന്നു. കിഴിപ്പുറത്ത് നമ്പൂതിരിക്ക് ഓലക്കുട യഥേഷ്ടം എടുത്തുകൊണ്ട് പോകാനും കഴിഞ്ഞു. ഈ ദേവിയാണ് പനച്ചിക്കാട്ട് സരസ്വതി എന്ന് പ്രസിദ്ധമായി തീർന്നത്. ദേവിയെ ആവാഹിച്ച് ആദ്യം കുടിയിരുത്തിയ ബിംബത്തിന് മാത്രമേ സ്വരൂപം കാണാനുള്ളൂ. അർച്ചനാ ബിംബമായി സ്ഥാപിച്ചത് നാഴികക്കല്ല് പോലെയുള്ള വെറുമൊരു ശിലയാണ്. ഈ ബിംബങ്ങൾ സ്ഥാപിച്ചതിന് ചുറ്റുമതിലുണ്ടെങ്കിലും മേൽക്കൂരയും മറ്റുമില്ല. ഈ സ്ഥലത്തിന് 4 പാടം ഉയർന്ന പ്രദേശങ്ങളാകയാൽ എവിടെ നിന്ന് നോക്കിയാലും സരസ്വതി ദേവി ഇരിക്കുന്നത് ഒരു കുളത്തിലാണെന്ന് തോന്നും. തെക്കും പടിഞ്ഞാറുമുള്ള മലകളിൽ നിന്ന് സദാ വെള്ളം മൂറിക്കൊണ്ടിരിക്കുന്നതിനാൽ ദേവിയെ കുടിയിരുത്തിയിരിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടായിട്ടില്ല. ബിംബത്തിന്റെ പീഠത്തിന്മേൽ നിന്ന് മുളച്ചു വന്ന വള്ളിയും കാടും പടർന്നു പിടിച്ച് മിക്കപ്പോഴും ബിംബം വ്യക്തമായി കാണാൻ കഴിയാതെയും വരാറുണ്ട്. അവിടെ ചെല്ലുന്നവർക്കെല്ലാം അതൊരു പുണ്യസ്ഥലമാണെന്ന് പ്രഥമ ദർശനത്തിൽ തന്നെ തോന്നും. അറിയാതെ ഉള്ളിൽ ഭക്തി അങ്കുരിക്കുകയും ചെയ്യും. കിഴക്കുപുറത്ത് നമ്പൂതിരിയോട് മൂകാംബിക ദേവി അരുളി ചെയ്തതുപോലെ കരുനാട്ട് നമ്പൂതിരിയുടെ അന്തർജനം ഇരട്ട പ്രസവിച്ചു 2 പുത്രന്മാരായി തീരുകയും ചെയ്തു. താൻ വാഗ്ദാനം ചെയ്ത പ്രകാരം കരുനാട്ട് നമ്പൂതിരി ഒരുണ്ണിയെ കിഴിപ്പുറത്ത് നമ്പൂതിരിക്ക് കൊടുത്തു. അദ്ദേഹം അവനെ സ്വന്തം മകനായി ലാളിച്ചു വളർത്തി. യഥാകാലം ഉപനയനം, സമാവർത്തനം മുതലായവ കഴിച്ചു വളർത്തി പുരുഷ പ്രായമെത്തിച്ചു. യഥാസമയം നല്ലൊരു വേലിയും കഴിപ്പിച്ചു. അദ്ദേഹത്തിന് മുറയ്ക്ക് 10 പുത്രന്മാരുണ്ടായി. അക്കാലം മുതൽ കിഴപ്പുറത്തില്ലത്ത് 10 പുത്രന്മാരിൽ കുറഞ്ഞുള്ള അംഗസംഖ്യ ഉണ്ടായിട്ടില്ല. പനച്ചിക്കാട്ട് ഭഗവതിയെ ഇല്ലത്തുള്ളവരെല്ലാവരും ഭക്തിപൂർവ്വം ഭജിച്ചിരുന്നതിനാൽ അവർക്ക് ആർക്കും ഐശ്വര്യത്തിനും സമ്പത്തിനും കുറവ് വന്നിട്ടുമില്ല. പനച്ചിക്കാട്ട് സരസ്വതിക്ക് രാവിലെ അഭിഷേകം കഴിഞ്ഞാൽ ഉടനെയുള്ള നിവേദ്യം ത്രിമധുരമാണ്. അതും പിന്നീടുള്ള നിവേദ്യത്തിന് മുന്നാഴി അരിയും ആദ്യകാലം മുതലേ കിഴപ്പുറത്ത് നമ്പൂതിരിയുടെ വകയായി നീക്കിവെച്ചിട്ടുണ്ട്. ആ വകയ്ക്കായി അദ്ദേഹം കുറെ വസ്തുക്കൾ നീക്കിവെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും അതിൽ നിന്നുള്ള ആദായം കൊണ്ടാണ് ആ നിവേദ്യങ്ങൾ നടത്തുന്നത്. അനേകം ആളുകൾ ദേവസ്വത്തിലേക്ക് ഏൽപ്പിച്ചിട്ടുള്ള മുതലിന്റെ പലിശ കൊണ്ടും അനേകം ത്രിമധുര നിവേദ്യം അവിടെ പതിവായി നടന്നു വരുന്നുണ്ട്. ദ്വാദശി തോറും 12 ഇടങ്ങഴി അരി വെച്ച് ദേവിക്ക് നിവേദ്യം കഴിക്കാറുണ്ട്. ആ ചോറ് മുഴുവൻ അതിനു വേണ്ടുന്ന വിഭവങ്ങളോടുകൂടി വിളമ്പിക്കൊടുത്ത് ബ്രാഹ്മണ ഭോജനം നടത്തുന്നതും പതിവാണ്. നവരാത്രി കാലത്ത് പ്രതിദിനം 25 ഇടങ്ങഴിയുടെ നിവേദ്യം പതിവുണ്ട്. അതും ബ്രാഹ്മണർ തുടങ്ങിയ രാജാക്കന്മാർക്കും സദ്യ ആയി വിളമ്പും. കോട്ടയം താലൂക്കിലെ ചാനാനിക്കാട്ട് ദേശത്തുള്ള കേളപ്പ വീട്ടുകാരുടെ വകയായിട്ടാണ് ഈ 2 ഊണുകളും നടത്താറുള്ളത്. ആ വീട്ടുകാർ അതിനു വേണ്ടുന്ന വസ്തുക്കൾ ദേവസ്വത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് ദേവിയുടെ മഹാത്മ്യങ്ങൾ കേട്ടറിഞ്ഞ് ഒരിക്കൽ അവിടെ എഴുന്നള്ളി ദർശനം നടത്തുകയുണ്ടായി. 5 ഇഴയുള്ള ഒരു ശരപ്പുളി മാല അദ്ദേഹം സരസ്വതി ദേവിക്കായി നടക്കൽ വെച്ചു. വിഷ്ണുവിന് സ്വർണം കെട്ടിയ ഒരു പവിഴമാലയും നടക്കൽ വെക്കുകയുണ്ടായി. പ്രതിദിനം 6 ഇടങ്ങഴി പാൽ കൊണ്ട് പഞ്ചസാര പായസം വെച്ച് സരസ്വതിക്ക് നിവേദിച്ചു. ബ്രാഹ്മണർക്ക് വിളമ്പുവാനും പ്രതിദിനം 2 അരി കൊണ്ട് കൂട്ടുപായസവും 2 അരി കൊണ്ട് വെള്ള നിവേദ്യവും വെച്ച് വിഷ്ണുവിന് നിവേദിക്കുവാനും മഹാരാജാവ് ചട്ടം കെട്ടി. കൂട്ടുപായസം ബ്രാഹ്മണർ വിളമ്പിയൂട്ടുവാനും വെള്ള നിവേദ്യച്ചോറ് ബ്രാഹ്മണർ ഉണ്ണുന്ന ഇലയെടുത്ത് തളിക്കുന്ന കഴകക്കാർക്ക് കൊടുക്കുന്നതിനുമാണ് അദ്ദേഹം കൽപ്പിച്ചത്. വർഷങ്ങളായി ഇതെല്ലാം ദേവസ്വക്കാർ ചിട്ടയെ തന്നെ നടത്തുകയും ചെയ്യുന്നു. മഹാരാജാവ് കൽപ്പിച്ചു നടക്കി വെച്ച മാലകൾ ഇന്നും പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിലുണ്ട്. പനച്ചിക്കാട് സരസ്വതി ദേവിയെ ഭക്തിപൂർവ്വം ഭജിക്കുന്നതിനായി അസംഖ്യം ആളുകൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. നവരാത്രി കാലത്താണ് ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിക്കാറുള്ളത്. ദേവിയെ വന്ദിച്ച് ഭജിക്കുന്നവർക്ക് സർവാഭിഷ്ടങ്ങളും സിദ്ധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നവരാത്രി ഉൾപ്പെടെ 12 ദിവസം വീതം 3 കൊല്ലം അടുപ്പിച്ച് മുടങ്ങാതെ ഭജിച്ചാൽ അവരാഗ്രഹിക്കുന്നതെല്ലാം ദേവി അനുഗ്രഹിച്ചു നൽകും. പക്ഷേ 3 കൊല്ലവും അടുപ്പിച്ചു 12 ദിവസം വീതം ഭജനം നടത്താൻ കഴിയുന്നവർ തുലവും വിരളമാണ്. 100-ൽ 5 പേർക്ക് പോലും ഈ ഭാഗ്യം സിദ്ധിക്കാറില്ല.
എന്തെങ്കിലും വിഘ്നങ്ങൾ സംഭവിച്ച് ഭജനം മുടങ്ങിപ്പോകും. 12 ദിവസത്തെ ഭജനം ഉദ്ദേശിച്ച് വരുന്നവർക്ക് 6-7 ദിവസമാകുമ്പോഴേക്കും മുടക്കം വരും. അതാണ് സാധാരണ പതിവ്. പുരുഷപ്രായമെത്തിയ ഇവരാണ് ഭജിക്കുന്നതെങ്കിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ സ്വപ്നസ്ഖലനത്തിലൂടെ ശരീരശുദ്ധം മാറ്റും. കുട്ടികളാണെങ്കിൽ പനിയോ മറ്റോ ബാധിച്ച് കുളിക്കാൻ സാധിക്കാതെയാവും. യക്ഷി സർവാംഗ സുന്ദരിയായ ഒരു സ്ത്രീയുടെ വേഷത്തിൽ വന്നാണ് ഭജനത്തിന് വിഘ്നം സൃഷ്ടിക്കുന്നത്. അതിനാൽ ഭജനത്തിന് അവിടെ വരുന്നവർ ആദ്യം തന്നെ യക്ഷിക്ക് വറനിവേദ്യം കഴിപ്പിച്ചിട്ടാണ് ഭജനം ആരംഭിക്കുന്നത്. എങ്കിലും മനസ്സിന് നല്ല ധൈര്യവും ദേവിയോട് ദൃഢമായ ഭക്തിയും ഉള്ളവർക്ക് മാത്രമേ ഭജനം നിർവിഘ്നം തുടരാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഭജനം പൂർത്തിയാക്കിയിട്ടുള്ളവർ സംഗീതത്തിലും സാഹിത്യത്തിലും അതിവിദഗ്ധന്മാരും പ്രശസ്തരുമായി തീർന്നിട്ടുണ്ട്. ഇപ്പോഴും ഒട്ടേറെ ഭക്തർ ഭജനത്തിന് തയ്യാറെടുത്തെത്തുന്നത് തന്നെ ദേവിയുടെ ചൈതന്യവും സാന്നിധ്യവും ഒട്ടും അവിടെ കുറഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുന്നു. ഇത്രയുമൊക്കെയാണ് പനച്ചിക്കാട് സരസ്വതി ദേവിയുടെ അത്ഭുത ഐതിഹ്യ കഥകൾ. താങ്ക്